ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇംഗ്ലീഷാണ്. 8ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പാർട്ട് 1 ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ്. അതിലെ യൂണിറ്റ് 3 ലാസ്റ്റ് ചാപ്റ്റർ ദി അസ്ട്രോണമർ എന്ന ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. ഈ ചാപ്റ്ററിൻ്റെ മലയാളം എക്സ്പ്ലനേഷൻ, അതുപോലെ ഇതൊരു പോയട്രി ആണ്. ഇതിൻ്റെ അപ്രിസിയേഷൻ നമ്മളിതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പോയത്തിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള അപ്രിസിയേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സും. ഇത്രയുമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ദി അസ്ട്രോണമർ. ഓക്കെ, ദി അസ്ട്രോണമർ ഓഥർ ആരാണ്? ഇത് എഴുതിയിരിക്കുന്നത് രവീന്ദ്രനാഥ ടാക്കൂർ ആണ്. അപ്പം നമുക്ക് ആദ്യം ഇതൊന്ന് വായിക്കാം, ഞാൻ ഇതിൻ്റെ മലയാളം ഒന്ന് പറയാം. ഓക്കെ, നോക്കാം. ഐ ഓൺലി സെഡ് വെൻ ഇൻ ദ ഈവനിങ് ദ റൗണ്ട് ഫുൾ മൂൺ ഗെറ്റ്സ് entangled among the branches of that dadam tree, couldn't somebody catch it? ഓക്കെ, അപ്പോൾ എന്താണ് ഞാൻ ചോദിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ പറയുന്നത്, വൈകുന്നേരം ആവുന്ന സമയത്ത് ആ ദാദം മരം, അതായത് ഇവിടെ ഒരു മരത്തിൻ്റെ പേര് പറയുന്നുണ്ട്, ദാദം ആണ് മരം. ആ ദാദം മരത്തിൻ്റെ ശാഖകൾ അല്ലെങ്കിൽ ബ്രാഞ്ചസിൻ്റെ ഇടയിൽ ആര് വരുന്നുണ്ട്? റൗണ്ട് ഫുൾ മൂൺ, ഒരു പൂർണ്ണചന്ദ്രൻ കുടുങ്ങിക്കിടക്കുമ്പോൾ ആരെങ്കിലും അതിനെ പിടിക്കില്ലേ എന്നാണ് ചോദിക്കുന്നത്. ഇതൊരു കുട്ടിയാണ് ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ ചോദ്യം ഇതാണ്: നമ്മളുടെ മൂൺ അല്ലെങ്കിൽ പൂർണ്ണചന്ദ്രൻ, ഒരു ചന്ദ്രൻ രാത്രി ദാദം മരത്തിൻ്റെ, രാത്രിയല്ല ഈവനിങ്ങിൽ ദാദം മരത്തിൻ്റെ ശാഖകൾ ബ്രാഞ്ചസിൻ്റെ ഇടയിൽ കൂടെ അല്ലെങ്കിൽ കുടുങ്ങിക്കിടക്കുകയാണെങ്കിൽ കുഡിൻ സംബഡി ക്യാച്ച്, ആർക്കെങ്കിലും അതിനെ പിടിക്കാൻ പറ്റുമോ? ആർക്കെങ്കിലും അതിനെ പിടിച്ചൂടെ അല്ലെങ്കിൽ പിടിക്കില്ലേ എന്നാണ് ചോദിക്കുന്നത് കേട്ടോ. കുഡിൻ സംബഡി ക്യാച്ച് ഇറ്റ്, ആരെങ്കിലും അതിനെ പിടിക്കില്ലേ എന്ന് ചോദിക്കുന്നു. But Dada laughed at me and said, "Baby, you are the silliest child I have ever known. The moon is ever so far from us. How could anybody catch it?" അപ്പോൾ ദാദ പറയും, ഇത് കുട്ടിയാണ് ചോദിക്കുന്നത്. ഈ സ്റ്റാൻസിൽ വരുന്ന ഒരു ചോദ്യം ഒരു കുട്ടിയുടേതാണ്. അതിന് ആൻസർ പറയുന്നത് ദാദയാണ്. അപ്പോൾ ദാദ ഈ കുട്ടിയെ നോക്കി ചിരിച്ചുകൊണ്ട് പറയും, ബേബി, യു ആർ ദ സില്ലിയസ്റ്റ് ചൈൽഡ് ഐ ഹാവ് എവർ നോൺ. ഞാൻ ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും സില്ലിയസ്റ്റ് ആയിട്ടുള്ള കുട്ടിയാണ് നീ. എന്താ കാര്യം? ദ മൂൺ ഇസ് എവർ സോ ഫാർ ഫ്രം us. ചന്ദ്രൻ നമ്മളിൽ നിന്ന് വളരെ അകലെയാണ്. ആർക്കെങ്കിലും അതിനെ എങ്ങനെ പിടിക്കാൻ കഴിയും എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ആർക്കും അതിനെ പിടിക്കാൻ പറ്റില്ല. നമുക്കും അറിയാലേ, ഒരുപാട് അകലെയാണ് നമ്മുടെ ഈ മൂൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കുട്ടി പറയും, ഐ സെഡ്, ദാദ, ഹൗ ഫൂളിഷ് യു ആർ. വെൻ മദർ ലുക്സ് ഔട്ട് ഓഫ് ഹർ വിൻഡോ ആൻഡ് സ്മൈൽസ് ഡൗൺ അറ്റ് us പ്ലേയിങ്, വുഡ് യു സേ ഷീ ഈസ് ഫാർ അവേ? അപ്പോൾ ഈ കുട്ടി അതിനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നു. ദാദ, നിങ്ങൾ എത്ര ഫൂളിഷാണ്. വെൻ മദർ ലുക്സ് ഔട്ട് ഓഫ് ഹർ വിൻഡോ, അതായത് അമ്മ ജനലിലൂടെ പുറത്തേക്ക് നോക്കി എന്ത് ചെയ്യുന്നുണ്ട്? ചിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ കളിക്കുന്നത് നോക്കി ചിരിക്കുന്നു അല്ലേ? അപ്പോൾ ആ സമയത്ത് പുഞ്ചിരിക്കുകയാണ് അമ്മ ജനലിലൂടെ. അവരകലെയാണെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? ഇല്ലല്ലോ. അപ്പോൾ ഈ കുട്ടി ഈ മൂണ് അകലെ അല്ല എന്നുള്ളത് വാദിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ ജനലിലൂടെ അമ്മ നോക്കി ചിരിക്കുന്നു, നമ്മൾ കളിക്കുന്നത് നോക്കി ചിരിക്കുന്നു. അപ്പോൾ എങ്ങനെ പറയാൻ പറ്റും അമ്മ നമ്മളിൽ നിന്ന് അകലെയാണെന്ന്? അപ്പോൾ പറയാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ദാദ റിപ്ലൈ കൊടുക്കുന്നു. സ്റ്റിൽ ദാദ സെഡ്, യു ആർ എ സ്റ്റുപ്പിഡ് ചൈൽഡ്. നീ ഒരു സ്റ്റുപ്പിഡ് ചൈൽഡാണ് ബേബി. വേർ കുഡ് യു ഫൈൻഡ് എ നെറ്റ് ബിഗ് ഇനഫ് ടു ക്യാച്ച് ദ മൂൺ? ഓക്കെ, അപ്പം എന്താ പറയുന്നത്? ഈ മൂണിനെ പിടിക്കാൻ പറ്റുന്ന അത്രയും വലിയ വല നിനക്ക് കിട്ടുമോ? അത്രയും വലിയ നെറ്റ് നിനക്ക് എവിടെ കണ്ടുപിടിക്കാൻ പറ്റും എന്നാണ് ചോദിക്കുന്നത്. ചന്ദ്രനെ പിടിക്കാൻ തക്ക വലിപ്പമുള്ള ഒരു വല നിനക്ക് എവിടെ നിന്നാണ് കിട്ടുക എന്ന് ചോദിക്കുന്നു. കിട്ടുമോ? അങ്ങനെ കിട്ടില്ലല്ലോ. അപ്പോൾ ഐ സെഡ്, അപ്പോൾ ഈ കുട്ടി പറയുന്നു, ഷുവർലി യു കുഡ് ക്യാച്ച് ഇറ്റ് വിത്ത് യുവർ ഹാൻഡ്സ്. അപ്പോൾ എന്താ പറയണത്? തീർച്ചയായും നിങ്ങൾക്കത് കൈ കൊണ്ട് പിടിക്കാൻ പറ്റും. ഓക്കെ, കൈ കൊണ്ട് പിടിക്കാൻ പറ്റും എന്ന് പറയുന്നു. അപ്പോൾ ദാദ വീണ്ടും ചിരിച്ചുകൊണ്ട് പറയും, ദാദ ലോഫ്ഡ് ആൻഡ് സെഡ്, യു ആർ ദ സില്ലിയസ്റ്റ് ചൈൽഡ് ഐ ഹാവ് എവർ നോൺ. ഇഫ് ഇറ്റ് കെയിം നിയറർ യു വുഡ് സീ ഹൗ ബിഗ് ദ മൂൺ ഇസ്. അപ്പോൾ എന്താ പറയണത്? ദാദ വീണ്ടും ചിരിച്ചുകൊണ്ട് പറയും, നീ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും സില്ലിയസ്റ്റ് ചൈൽഡാണ്. കാരണം എന്താ പറയണത്? അത് അടുത്തേക്ക് വന്നാൽ, ഇപ്പോൾ ഈ ചന്ദ്രൻ അടുത്തേക്ക് വരികയാണെങ്കിൽ അത് എത്ര വലുതാണെന്ന് നിനക്ക് മനസ്സിലാവും അല്ലേ? ഇഫ് ഇറ്റ് കെയിം നിയറർ യു വുഡ് സീ ഹൗ ബിഗ് ദ മൂൺ ഇസ്. അടുത്തേക്ക് വന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു ചന്ദ്രൻ എത്രത്തോളം വലുതാണെന്ന് നിനക്ക് മനസ്സിലാവുള്ളൂ പറയും. അപ്പോൾ ഈ കുട്ടി പറയും, ഐ സെഡ്, Dada, what nonsense they teach at your school. അപ്പോൾ എന്താ പറയണത്?
നിങ്ങളുടെ സ്കൂളിൽ അല്ലെങ്കിൽ നമ്മുടെ സ്കൂളിൽ എന്തൊക്കെ നോൺസെൻസ് ആണ് അവർ പറഞ്ഞു തരുന്നത്? വെൻ മദർ ബെൻസ് ഹർ ഫേസ് ഡൗൺ ടു കിസ്സസ് ഡസ് ഹർ ഫേസ് ലുക്ക് വെരി ബിഗ്. എന്താണ്? അമ്മ കുനിഞ്ഞിട്ട് നമ്മളെ ഉമ്മ വയ്ക്കാൻ അല്ലെങ്കിൽ നമ്മളെ കിസ് ചെയ്യാൻ വേണ്ടിയിട്ട് അമ്മ തല താഴ്ത്തുന്നു. അപ്പം അവരുടെ ഫേസ് നമുക്ക് വലുതായി തോന്നുന്നു. ഡസ് ഹർ ഫേസ് ലുക്ക് വെരി ബിഗ്. ആ കുട്ടി പറയുന്നതാണ് കേട്ടോ. സ്കൂളിൽ എന്തൊരു വിഡ്ഢിത്തമാണ് പഠിപ്പിക്കുന്നത്. നിങ്ങളുടെ എന്ന് പറയണ്ടോ? നിങ്ങളുടെ സ്കൂളിൽ എന്തൊരു വിഡ്ഢിത്തമാണ് പഠിപ്പിക്കുന്നത്. വെൻ മദർ ബെൻസ് ഹർ ഫേസ് ഡൗൺ ടു കിസ്സസ്, അതായത് നമ്മളെ ചുംബിക്കാൻ വേണ്ടി കിസ് ചെയ്യാൻ വേണ്ടി അമ്മ മുഖം കുനിക്കുമ്പോൾ അവരുടെ മുഖം വളരെ വലുതായി കാണപ്പെടുമോ എന്നാണ് കുട്ടി ചോദിക്കുന്നത്. ബട്ട് സ്റ്റിൽ ദാദ സേസ് യു ആർ എ സ്റ്റുപ്പിഡ് ചൈൽഡ്. അപ്പോഴും ദാദ പറയും നീ ഒരു സ്റ്റുപ്പിഡ് ചൈൽഡാണ് കുട്ടി എന്ന് പറയും. അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സ്പീഡ് കുറച്ച് കൂടുതലാണെങ്കിൽ നിങ്ങളൊന്ന് സ്പീഡ് നിങ്ങളുടെ ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. സ്പീഡൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കാണുക കേട്ടോ. ഒരുപാട് സ്ലോ ആയി കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ഒരുപാട് ലെങ്തി ആവും. നമ്മളിതിൽ അപ്രിസിയേഷനും ക്വസ്റ്റ്യൻ ആൻസേഴ്സും കൂടി ഉൾപ്പെടുത്തിയത് കൊണ്ടാണ് കുറച്ച് ഒന്ന് സ്പീഡ് കൂട്ടിയത് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ അപ്രിസിയേഷൻ നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഓദർ രവീന്ദ്രനാഥ ടാഗോർ ആണ്. അറിയാലോ, നമ്മൾ ഗുരുദേവ് എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യൻ പോയിറ്റാണ് അദ്ദേഹം. അതൊന്ന് വായിക്കുക. നമുക്കൊരു 5 ക്വസ്റ്റ്യൻസിന് ആൻസർ ഉണ്ട് ലെറ്റ്സ് റിവൈൻഡിൽ ചെയ്യാൻ. നമ്മൾ അപ്രിസിയേഷൻ കഴിഞ്ഞിട്ട് അത് ചെയ്യാം. അപ്പോൾ അപ്രിസിയേഷൻ നോക്കാം. ദ പോയം ദി അസ്ട്രോണമർ ബൈ രവീന്ദ്രനാഥ ടാഗോർ എക്സ്പ്ലോർസ് ദ കോൺട്രാസ്റ്റിംഗ് പെർസെപ്ഷൻസ് ഓഫ് എ ചൈൽഡ് ആൻഡ് എൻ അഡൽട്ട്. ദാദ. അപ്പോൾ ഇവിടെ അഡൽട്ടാണ്, ദാദയും കുട്ടിയും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ പോലെയാണ് വരുന്നത്. റിഗാർഡിംഗ് ദ മൂൺ. ആരെക്കുറിച്ച്? ചന്ദ്രനെ കുറിച്ച്. The child, with their innocent imagination, believes the moon is a tangible object that can be caught. അപ്പോൾ കുട്ടി ഭയങ്കര എന്താ പറയുക, നിഷ്കളങ്കനാണ്, ഇന്നസെൻ്റ് ആയിട്ടുള്ള കുട്ടിയാണ്. നിഷ്കളങ്കനായിട്ടുള്ള കുട്ടിയുടെ ഇമാജിനേഷൻ വെച്ച് കുട്ടി വിശ്വസിക്കുന്ന എന്താണ്? നമുക്ക് ചന്ദ്രനെ പിടിക്കാൻ സാധിക്കും, മൂണിനെ പിടിക്കാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. The adult, grounded in scientific knowledge and realism, dismisses the child's ideas as foolish. അപ്പോൾ വലിയ ആള് അഡൽട്ട് ദാദ പറയും, ദാദയ്ക്ക് അറിയാലേ, അയാൾക്ക് അറിയാം ചന്ദ്രൻ അകലെയാണ്. അപ്പോൾ കുട്ടിയുടെ ഫൂളിഷ്നെസ്സിനെ എതിർക്കുകയാണ്, ഡിസ്മിസ് ചെയ്യുകയാണ് നമ്മുടെ ദാദ. The poem highlights the theme of how our perspective of the world changes as we grow older. ഇപ്പോൾ പോയത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മൾ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ എന്താണോ നമ്മുടെ പേഴ്സ്പെക്റ്റീവ്, നമ്മുടെ കാഴ്ചപ്പാട്, അത് നമ്മൾ വലുതാകും തോറും നമ്മുടെ കാഴ്ചപ്പാട് മാറിക്കൊണ്ടിരിക്കും. നമുക്ക് കുറച്ചുകൂടി കറക്റ്റായിട്ട് തെറ്റിദ്ധാരണകളായിരിക്കും, ഇമാജിനേഷൻസ് ഒക്കെ ആയിരിക്കും ചെറുതാവുമ്പോൾ ഉണ്ടാവുക. അത് വലുതാകും തോറും നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു ഐഡിയ കിട്ടിത്തുടങ്ങും. The child sees the world through a lens of wonder and imagination, where the moon is a playful object. അപ്പോൾ ഈ കുട്ടി ആ ചന്ദ്രനെ ഒരു പ്ലേഫുൾ ഒബ്ജക്റ്റ് ആയിട്ടാണ് കാണുന്നത്. entangled among the branches. വിചാരിക്കുന്നത് ഈ ശാഖകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്ന ചന്ദ്രൻ എന്നാണ് വിചാരിക്കുന്നത് കുട്ടി. അതിനെ പിടിക്കാൻ സാധിക്കുമെന്ന് കരുതുന്നു. And this is contrasted with the adult's perspective, which is based on practical knowledge and scientific facts about the moon's distance and size. അപ്പോൾ ദാദ ഒരു അഡൽട്ടാണ്, വലിയൊരാളാണ്. അദ്ദേഹം അതിനെ അങ്ങനെ അല്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. The poem also uses a metaphor to compare the moon to a mother's face. പിന്നെ ഇതിൽ ഗ്രാമാറ്റിക് ഭാഗം നോക്കുകയാണെങ്കിൽ പോയതിലെ മെറ്റഫർ വരുന്നത് മൂണിനെ മദറിൻ്റെ ഫേസുമായിട്ട് കമ്പയർ ചെയ്യുന്നു. The child argues that just as a mother's face appears large and close when she bends down to kiss them, the moon could also be close enough to be caught. This comparison beautifully captures the child's perspective, where love and personal experience outweigh scientific reason. The conversation reveals a loving relationship between the child and Dada, despite their different ways of seeing the world. അപ്പോൾ പറയുന്നു, ചൈൽഡ് ആർഗ്യൂ ചെയ്യാണ്, ഒരു അമ്മ കുട്ടിയെ കിസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുനിയുന്നു. അപ്പോൾ അമ്മയുടെ മുഖം വലുതായി തോന്നുമോ? അതേപോലെ അമ്മയുടെ മുഖവുമായിട്ടാണ് മൂണിനെ കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ മൂണിനെ നമുക്ക് പിടിക്കാൻ പറ്റില്ലേ, നമുക്ക് തൊടാൻ പറ്റില്ലേ എന്നാണ് ഈ കുട്ടി ചോദിക്കുന്നത്. അപ്പോൾ ഇതൊരു കമ്പാരിസൺ ആണ്. അതിനെ ദാദ തിരുത്തി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതൊരു കോൺവെർസേഷൻ പോലെയാണ്. ദാദയും കുട്ടിയും തമ്മിലുള്ള ഒരു ലവിങ് റിലേഷൻഷിപ്പ് ഇവിടെ കാണുന്നുണ്ട്. രണ്ടുപേരും രണ്ട് വ്യത്യസ്ത രീതിയിലാണ് നമ്മുടെ ലോകത്തെ നോക്കിക്കാണുന്നത്, അല്ലെങ്കിൽ ചുറ്റുമുള്ള കാര്യങ്ങളെ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതും ഇവിടെ പറയുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സിലേക്ക് കടക്കാം. ആദ്യ ക്വസ്റ്റ്യൻ, വാട്ട് ഡു യു തിങ്ക് ഓഫ് ദി ചൈൽഡ്സ് ക്വസ്റ്റ്യൻ ഇൻ ദ ഫസ്റ്റ് സ്റ്റാൻസ? ഹാവ് യു എവർ ഫെൽറ്റ് ദി സെയിം വേ? ആൻസർ, the child's question
Couldn't somebody catch it? Reflects a sense of wonder and a literal interpretation of the world. The child sees the moon entangled among the branches and with the innocence of childhood believes it can be physically captured. അപ്പോൾ കുട്ടിയുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ വെച്ചിട്ടാണ് ആർക്കെങ്കിലും അതിനെ പിടിക്കാൻ പറ്റില്ല എന്നാണ് കുട്ടി ചോദിക്കുന്നത്. അതൊരു വണ്ടർ ആൻഡ് ലിറ്ററൽ ഇൻ്റർപ്രിട്ടേഷൻ ആണ്. കുട്ടി മൂണിനെ കാണുന്നത് ബ്രാഞ്ചസിൻ്റെ ഇടയിൽ കുടുങ്ങിക്കിടക്കുന്നു, അപ്പോൾ അതിനെ പിടിക്കാൻ പറ്റും. അപ്പോൾ കുട്ടിയുടെ നിഷ്കളങ്കതയാണ് കുട്ടി വിചാരിക്കുന്നത് അതിനെ നമുക്ക് പോയിട്ട് പിടിക്കാം എന്നാണ് കരുതുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദാദാസ് ആൻസർ ടു ദ ചൈൽഡ്സ് ക്വസ്റ്റ്യൻ? എന്താണ് ദാദ റിപ്ലൈ കൊടുത്തത്? Dada's answer is that the child is the silliest child I have ever known and explains that the moon is ever so far from us and cannot be caught. He also points out that if the moon were to come closer, it would be big and thus difficult to catch. അപ്പോൾ എന്താ പറയണത്? ദാദ പറയണു, ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും സില്ലിയസ്റ്റ് ആയിട്ടുള്ള ചൈൽഡാണ് നീ. എന്നിട്ട് പറയുന്നത് മൂൺ നമ്മളിൽ നിന്ന് ഒരുപാട് അകലെയാണ്, നമുക്ക് പിടിക്കാൻ സാധിക്കില്ല. ഇനി മൂൺ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അറിയുള്ളൂ അത് എത്ര വലുതാണ്, അതിനെ പിടിക്കാൻ ഡിഫിക്കൽട്ടാണെന്ന് അറിയുള്ളൂ. നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ, ഡു യു തിങ്ക് ദ ചൈൽഡ് ഈസ് കൺവിൻസ്ഡ് ബൈ ദാദാസ് ആർഗ്യുമെന്റ്സ്? വൈ ഓർ വൈ നോട്ട്? കുട്ടി ദാദ പറയുന്ന കാര്യങ്ങളോട് കൺവിൻസ്ഡ് ആയോ? ഇല്ല അല്ലേ? No, the child does not seem convinced by Dada's arguments. The child counters Dada's reasoning by comparing the moon to their mother's face. കുട്ടി ദാദ എന്തൊക്കെ ആൻസർ കൊടുത്തിട്ടും കുട്ടി എന്ത് ചെയ്യുന്നില്ല? കൺവിൻസ്ഡ് ആവണില്ല. കുട്ടി എന്ത് ചെയ്യണു? അമ്മയുടെ മുഖവുമായിട്ട് മൂണിനെ കമ്പയർ ചെയ്യണു. The child argues that when their mother bends down to kiss them, her face doesn't look bigger. അമ്മ കുട്ടിയെ കിസ് ചെയ്യാൻ വേണ്ടി കുനിയുമ്പോൾ ഒരിക്കലും അമ്മയുടെ മുഖം വലുതായിട്ട് തോന്നില്ലല്ലോ. അപ്പോൾ എങ്ങനെയാ മൂണ്? So the moon wouldn't either. This shows the child is using their own logic and experience to challenge Dada's adult perspective. അപ്പോൾ കുട്ടിക്ക് അറിയാവുന്ന അറിവുകൾ വെച്ചിട്ട് ദാദേൻ്റെ ഒരു പെർസ്പെക്റ്റീവിനെ ചോദ്യം ചെയ്യാണ് ഇവിടെ ചെയ്യണത് കേട്ടോ. നാലാമത്തെ, ഹൗ ഡസ് ദ പോയം ക്യാപ്ചർ ദ ഇന്നസെൻസ് ആൻഡ് ഇമാജിനേഷൻ ഓഫ് ചൈൽഡ്ഹുഡ്? കോട്ട് സ്പെസിഫിക് ലൈൻസ് ഫ്രം ദ പോയം ടു സപ്പോർട്ട് യുവർ ആൻസർ. അപ്പോൾ ഈ കുട്ടിയുടെ ഒരു നിഷ്കളങ്കത കാണിക്കുന്നുണ്ട് അല്ലേ? അതെങ്ങനെയാണ് ഇവിടെ വ്യക്തമാക്കുന്നത്? The poem captures the innocence and imagination of childhood through the child's perspective and questions. The child's belief that the moon can be caught is a direct example of this. അപ്പോൾ പോയം ക്യാപ്ചർ ചെയ്യണത് കുട്ടിയുടെ ഒരു നിഷ്കളങ്കതയും ഇമാജിനേഷനുമാണ്. ചൈൽഡിൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമുക്കിവിടെ കാണാം. ചൈൽഡ് വിചാരിക്കുന്നത് ഈ ചന്ദ്രനെ പിടിക്കാൻ പറ്റും എന്നാണ് പറയണത് കേട്ടോ. അതിന് സ്പെസിഫിക് ആയിട്ടുള്ള ലൈൻസ് വായിക്കാം. When in the evening the round full moon gets entangled among the branches of that dadam tree, couldn't somebody catch it? പിടിക്കാൻ കഴിയില്ലേന്ന് ചോദിക്കുന്ന ലൈനും I said, Dada, what nonsense they teach at your school. When mother bends her face down to kiss us, does her face look very big? അപ്പോൾ ഈ രണ്ട് ലൈൻസ് ആണ് കുട്ടിയുടെ ആ ഒരു ഇതിന് സപ്പോർട്ട് ചെയ്യണത്. നെക്സ്റ്റ് അഞ്ചാമത്തെ, വാട്ട് ഡസ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദ ചൈൽഡ് ആൻഡ് ദാദ റിവീൽ അബൌട്ട് ദർ റിലേഷൻഷിപ്പ്? ദാദയുടെയും ചൈൽഡിൻ്റെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഇതിൽ നിന്ന് എന്താ മനസ്സിലാവണേ? The conversation reveals a loving and patient relationship between the child and Dada. Even though Dada calls the child silly and stupid, he engages in the conversation and provides explanation. The child in turn feels comfortable enough to challenge Dada's arguments with their own reasoning. This suggests a bond where the child feels safe to express their thoughts and curiosity without fear. അതായത് ദാദയും ഈ കുട്ടിയും തമ്മിൽ നല്ല ഒരു ബന്ധമുണ്ട്. കാരണം ദാദ ഈ കുട്ടീനെ സില്ലി എന്നും സ്റ്റുപ്പിഡ് എന്നൊക്കെ വിളിക്കുന്നുണ്ട് അല്ലേ? അതൊക്കെ പറഞ്ഞിട്ടും ഈ കോൺവെർസേഷൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. കുട്ടി വളരെ കംഫർട്ടബിൾ ആയിട്ടാണ് ദാദയുടെ ആർഗ്യുമെൻറ്റ്സിന് ആൻസർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു കറക്റ്റ് ബോണ്ട്, ഈ ഒരു സേഫ് ആയിട്ടുള്ള ഒരു കാര്യം ഈ കുട്ടിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പേടിയില്ലാതെ ദാദയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇത്രയുമാണ് 5 ക്വസ്റ്റ്യൻസ്. നമ്മൾ ഈ ക്ലാസ്സിൽ ഇത്രയുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി നമ്മളിതിൻ്റെ ആക്ടിവിറ്റീസ് അടുത്ത വീഡിയോസിലായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ക്ലാസ്സിൽ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.